മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതുവർഷത്തിൽ പിന്നെയും കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി വ്യത്യസ്തമായ നിലയിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ദൈവത്തിൻ്റെ കരം ഇന്നും ചെറുതായിട്ടില്ല. നമ്മുടെ ഏത് വിഷയത്തിന്മേലും നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ആ കർത്താവിൽ നമ്മെ സമർപ്പിക്കാം. ഞങ്ങളെ ടി വി മാധ്യമങ്ങളിലൂടെ, മറ്റുള്ള ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വേദവാക്യം നമ്മളിപ്പോൾ വായിക്കുന്നു. അവൻ അവരുടെ കണ്ണു തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിരവധി ആളുകളെ അവരുടെ വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച രംഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് 2 കുരുടന്മാർ യേശു കടന്നു പോകുമ്പോൾ അവൻ്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കണ്ണ് കാഴ്ചപ്പാടിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് അദ്ദേഹം അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. അവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ദീർഘനാളുകളായി അവരന്ധതയിൽ കഴിയുകയാണ്. ആ അന്ധതയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ അക്ഷരീകമായി അവരാഗ്രഹിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. അവരുടെ നിർബന്ധം, അവരുടെ ആഗ്രഹപ്രകാരം യേശു അതിൻ്റെ പിൻപിൽ ചെയ്തത്, അവൻ അവരുടെ കണ്ണു തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, ഈ ലോകത്തിൽ ജനിച്ച് വീണിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾക്ക്, ധാരാളം ആളുകൾക്കിന്നും അക്ഷരീകമായ കാഴ്ച നഷ്ടപ്പെട്ട അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ മനസ്സിന് അതിന് ഭാവവ്യത്യാസം ഉണ്ടായിട്ടില്ല, ശരീരത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉൾക്കാഴ്ച അവർക്കുണ്ടെങ്കിലും ഭൂമിയിൽ വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ അവരുടെ മനസ്സും കൊതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുരുടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം എന്നവർ ആഗ്രഹിക്കുക. പ്രിയരെ, ഇന്ന് വിവിധ നിലകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, അത് ദൈവത്തിന് വിഷയമല്ല. ഒരു കുരുടന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം അതിനുള്ള അവസരത്തെ ഒരുക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം അവസരങ്ങളെ നൽകും.
എന്നാൽ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കാം, എന്നാൽ ആ പ്രാർത്ഥിച്ച ഉടനെ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ച ഉടനെ തന്നെ സൗഖ്യം ലഭിച്ചിട്ടുള്ളവരുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ഒരല്പസമയം വെയിറ്റ് ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ എന്ന് യേശു ആ പ്രിയപ്പെട്ടവരോട് പിന്നത്തെ ഇതിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നത് അവരുടെ ആഗ്രഹമാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ശുദ്ധലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു കാലഘട്ടത്തിൽ ഈ കുരുടന്മാർ അന്ധതയിൽ കിടന്നതുപോലെ നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത ഒരന്ധതയിലൂടെ പോയൊരു സാഹചര്യമുണ്ട്. അത് ആത്മീക വെളിച്ചത്തിലാണ്. ആത്മീക കാഴ്ചപ്പാടിനെ കാണാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്കും ഈ ലോകത്തിൻ്റെ അധിപതികളെ അനുസരിച്ചും ഈ ലോക ജീവിതത്തിനനുസരണമായി ആമേൻ കാറ്റടിക്കുമ്പോൾ ആമേൻ അതിന് സമാനമായി ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതമുണ്ടായിരുന്നു. എന്നാൽ ഒരു നാൾ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ലോകത്തിന് സമാനമായി ജീവിച്ച എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വന്നത് യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടായി, ഒരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാടനുസരിച്ചാണ് പിന്നത്തേതിൽ എൻ്റെ ജീവിതം വഴിമാറുവാനിടയായത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളെ അന്ധതയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അന്ധതയിലായിരുന്നു, എനിക്ക് കണ്ണുണ്ട്, ഭൗമികമായ കാഴ്ചകളുണ്ടെങ്കിലും ജീവിതത്തിൽ ആത്മിക അന്ധതയിൽ കഴിഞ്ഞ ആ ഒരനുഭവമായിരുന്നു. അപ്പോൾ ആ അന്ധതയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവം തീർച്ചയായിട്ടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്, കാഴ്ചപ്പാടുണ്ട്, പക്ഷേ ആത്മീകതയിൽ നിങ്ങൾ അന്ധരായിരിക്കാം. ആത്മീകതയിൽ ഇന്നും എന്താണ് ആത്മീകം, എന്താണ് യേശു എന്നറിയാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിനെ പറ്റി വേദപുസ്തകം പറയുന്നത് യേശു ഇരുട്ടിൻ്റെ പ്രതീകമല്ല, പിശാച് ഇരുട്ടിൻ്റെ പ്രതീകമാണെന്നും യേശു വെളിച്ചമാണെന്നുമാണ് വിശുദ്ധ വചനം നമുക്ക് നൽകുന്നത്. അപ്പോൾ വെളിച്ചമായ ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അവൻ പ്രകാശപൂരിതമായി തീരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മറക്കണ്ട. ഇന്നലെ വരെ പിശാചിൻ്റെ പിടിയിൽപ്പെട്ട് അമർന്നു കിടക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? എത്ര ശ്രമിച്ചിട്ടും കരകയറുവാൻ കഴിയാത്ത ഒരു നീരാളി പിടുത്തം എന്നതുപോലെ നിങ്ങളറിയാതെ ഒതുക്കി വച്ചിരിക്കുന്ന, പിടിച്ചു വച്ചിരിക്കുന്ന ആ മേഖലയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ പര്യാപ്തമേറിയ ഒരുവനെയാണ് ഞങ്ങൾ ഇന്ന് ഇതിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നസ്രേനായ യേശു. ആ യേശു നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ആമേൻ തൽപരനാണ്. എന്നാൽ ഈ യേശു നിങ്ങളെ സഹായിക്കണമെങ്കിൽ ആ യേശുവുമായി ഒരഭേദ്യ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കാമെന്ന് ചോദിച്ചാൽ അതിനധികം പണച്ചെലവില്ല, അധികം മറ്റ് ഇതര കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, കർമ്മങ്ങൾ, പൂജകൾ ആദിയായ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. വിശ്വാസത്താൽ യേശുവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ആര് എപ്പോൾ പ്രാർത്ഥിക്കുമോ പറയുമോ ആ നിമിഷം തന്നെ യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് കടന്നു വന്ന് ആമേൻ ജീവിതം ഇരുളിൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ യേശു കടന്നു വരുമ്പോൾ അത് വെളിച്ചപൂരിതമായി മാറുന്ന അന്തരീക്ഷമുണ്ടാകും. ഇന്നലെ വരെ മറ്റുള്ളവർക്ക് അത് നിമിത്തം ദോഷമായി ഭവിച്ചത് ഇരുളടഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ദോഷമായോ
ആമേൻ വേദനയായോ ദുഃഖമായോ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളായോ മാറിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ യേശുവിനെ കൃത്യതയോടുകൂടെ നിങ്ങളുടെ ജീവിത അനുഭവത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആമേൻ യോജിപ്പില്ലാതെ അകലം വിട്ട് കിടക്കുന്ന ജീവിത വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ യോജിപ്പിലേക്ക് കൊണ്ടുവരും. ആമേൻ നിങ്ങളുടെ വിഷയങ്ങൾ മുടങ്ങിക്കിടക്കുന്നതാകട്ടെ അതിനെയെല്ലാം ആമേൻ ഒന്നൊന്നായി അതേ തടസ്സങ്ങളെ മാറ്റി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഇരുട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അന്ധത മാറണമെന്നുണ്ടെങ്കിൽ ആമേൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ആത്മീക അന്ധത മാറുവാനിടയാകും. ഓക്കെ, ഇനി നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ രണ്ട് കുരുടന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം ഞങ്ങളുടെ ഭൗമിക അന്ധത മാറുക എന്നുള്ളതാണ്. അതെ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെയും ജീവിതത്തിൽ പലരും കാഴ്ചപ്പാടില്ലാതെ കാണാതെ ഇത് കേൾക്കുന്നുണ്ടാകാം. അവരോടായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ കണ്ണിന് കാഴ്ച തരുവാൻ വിശ്വാസത്താൽ യേശുവേ എന്നെ തൊടണമേ, എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തണമേ എന്ന് പ്രിയ സഹോദര സഹോദരി, പ്രിയ സഹോദരങ്ങളെ, അത് മാതാവാകാം പിതാവാകാം ആരുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം ഇപ്പോൾ തന്നെ സൗഖ്യം തരുവാൻ, ഇപ്പോൾ തന്നെ വിടുതൽ തരുവാൻ ഇപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അവരുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചേ. ആ കുരുടന്മാരെന്താണ് ചെയ്തത്? രണ്ട് കുരുടന്മാരായിരുന്നു. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഒന്ന്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചത്. ഒരു കരുണയ്ക്ക് വേണ്ടി അവരപേക്ഷിക്കുകയാണ്. എത്രയോ നാളുകളായി ഒരു കരുണയെ ആഗ്രഹിച്ച്, ഒരു സ്നേഹം ആഗ്രഹിച്ച്, ഒരു വാത്സല്യം ആഗ്രഹിച്ച്, ഒരു സന്തോഷം ആഗ്രഹിച്ച് ഭവനത്തിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയല്ല. ഇച്ഛിക്കാത്ത തിന്മയും ഇച്ഛിക്കാത്ത അനുഭവത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഇത് പറയുമ്പോൾ തന്നെ ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് ആ നിലയിൽ എന്നെ കാണിക്കുന്നു. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ആമേ കരുണ കാണിക്കണമേ എന്ന് പലവട്ടം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആരും കരുണ കാണിക്കാതെ കടന്നുപോയി. സ്വന്തമെന്ന് പറയുന്നവർ പോലും ആമേൻ നിന്നെ സ്നേഹിക്കേണ്ടതിന് പകരം, കരുണ കാണിക്കേണ്ടതിന് പകരം, ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതിന് പകരം, ആമേൻ കരുണയ്ക്ക് പകരം വിദ്വേഷവും ആമേൻ വേദനയും തന്ന് കടന്നുപോയ എത്രയോ അധികം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. മുറിവേറ്റ് കിടക്കുന്ന ഒരുവനെ വഴിത്താരയിൽ നമുക്ക് കാണാൻ കഴിയും. ആമേൻ പല വാക്കുകളിലൂടെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നവനെ, ആമേൻ പെരുവഴിയിൽ അല്ലെങ്കിൽ പൊതുവഴിയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് ആ വഴിയായി വന്ന പുരോഹിതനാകട്ടെ ലേവ്യനാകട്ടെ, ആമേൻ അങ്ങനെ മാന്യന്മാരായ പല ആളുകളും അവനെ കണ്ട് പുരോഹിതനും ലേവ്യനും ഒക്കെ വഴിമാറിപ്പോകുകയാണ് ചെയ്ത്. കരുണ കാണിക്കാനോ അവൻ്റെ അടുക്കൽ വാത്സല്യത്തോടെ അടുത്തു വരുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ ശ്രേഷ്ഠന്മാരായ ഈ രണ്ടാളുകളും ആമേൻ തുനിയാതെ അവർ വഴിമാറിപ്പോയപ്പോൾ, മൂന്നാമതായി ഒരുവൻ അതേ വഴിയിൽ വന്നപ്പോൾ ആ വ്യക്തിയുടെ മനോഭാവം ഇതാ വിശുദ്ധ ബൈബിളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ തൻ്റെ വാഹനം മൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ശമര്യക്കാരൻ. ആ ശമര്യക്കാരൻ ഇറങ്ങി വന്നിട്ട് അതായത് വാഹന മൃഗത്തെ അവിടെ നിർത്തിയിട്ട് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവനോട് കരുണ തോന്നുകയാണ് ചെയ്തത്. അവനോട് കരുണ കാണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് കരുണ കാണിക്കേണ്ട അഭിഷിക്തൻ ഒരു പക്ഷേ ആമേൻ നിങ്ങളോട് പ്രതികരിച്ചെന്നിരിക്കാം. ആമേൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കരുണ കാണിക്കേണ്ടതിന് പകരം അതിന് എതിരിട്ട അനുഭവങ്ങൾ പ്രവർത്തിച്ചെന്ന് വരാം. പലതും നിങ്ങൾക്ക്
പ്രതികൂലമായി ആത്മികരെന്ന് അഭിമാനിക്കുന്നവർ പോലും നിങ്ങളോട് കരുണ തോന്നാതെ മാറ്റി നിർത്തിയ മേഖലകൾ ഉണ്ടായേക്കാം. എന്നാൽ എവിടെയാണോ നിങ്ങളെ മാറ്റി നിർത്തിയത്, എവിടെയാണോ കരുണ കാണിക്കാതെ വിട്ടത്, എന്നാൽ അവരുടെ എല്ലാം നടുവിൽ നിങ്ങൾക്ക് കരുണ തരുന്ന ഒരുവനുണ്ട്, നസ്രേനാകുന്ന യേശു. ഒരു ശമര്യക്കാരൻ മുറിവേറ്റ് കിടക്കുന്നവന്റെ അടുക്കൽ വന്ന് കരുണ കാണിച്ച് അവനെ പ്രഥമ ശുശ്രൂഷ ചെയ്ത് അവനെ ഒരു സത്രത്തിൽ എത്തിച്ചതുപോലെ ഇതാ പുതിയ നിയമത്തിൽ ഓർമ്മിപ്പിക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി കരുണ കാണിച്ച് നമ്മുടെ പാപ അവസ്ഥകളെ ക്ഷമിച്ച് ആമേൻ ഞാനും നിങ്ങളും ചെയ്ത ആമേ ഘോര കൃത്യങ്ങൾ ഒരുപക്ഷെ ഒരു കൊലപാതകനായിരിക്കാം എന്നെ കേൾക്കുന്നത്, ഒരുപക്ഷെ നീണ്ട പാപങ്ങൾ ചെയ്ത് ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ ഇനി ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകാം. ഒരു മരണത്തിനു വേണ്ടി ഇനി എൻ്റെ ജീവിതം പ്രതീക്ഷകളെല്ലാം അറ്റുപോയി, അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് വരെ മനം മടുത്ത ഒരു വ്യക്തിയായിരിക്കാം. സ്നേഹിത, ഇന്ന് പകൽ കർത്താവ് നിന്നെ സ്നേഹിക്കുകയാണ്. നിന്നോട് ആര് കരുണ കാണിച്ചില്ലെങ്കിലും, പെറ്റ തള്ള നിന്നെ ഇട്ട് മടങ്ങിപ്പോയാലും, ആമേ നിന്നെ തള്ളി അകറ്റിയവരുടെ മുൻപിൽ നിന്നെ കരുണ കാണിച്ച് സ്നേഹത്തോടെ ചേർത്തു പിടിക്കുവാൻ ഒരാളുണ്ട്, യേശു എന്ന വ്യക്തി, അല്ലെങ്കിൽ യേശു എന്ന ദൈവം നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ആ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഉടലെടുത്താൽ ഇന്നു മുതൽ ഒരു പുതിയ അനുഭവത്തിലൂടെ സ്വർഗ്ഗം നിന്നെ വഴി നടത്തുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ആമേൻ, കരുണ കാണിക്കുവാൻ ഈ ലോകത്തിൽ പല ആളുകളും തയ്യാറാകാതിരിക്കുമ്പോൾ കരുണ കാണിക്കുവാൻ കഴിവുള്ള ഒരുവനാണ് നസ്രേനായ യേശുവെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കുരുടന്മാരിൽ ഒന്നാമത്തെ പ്രാർത്ഥന ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന. ഇനി രണ്ടാമത്തെ അവരുടെ അനുഭവം എന്താണ്? നിലവിളിയാണ്. അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ദീർഘനേരം യാത്ര ചെയ്തു. ഒരു പക്ഷേ നിങ്ങളും ഇതുപോലെ ആദ്യം കരുണയ്ക്ക് വേണ്ടി യാചിച്ചവരായിരിക്കാം. രണ്ട്, നിങ്ങളുടെ വേദനകളുടെ മുൻപിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങൾ നിലവിളിക്കുന്നതാകാം, നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ നിങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എന്തായിരുന്നാലും വിശുദ്ധ വചനത്തിലൂടെ ഏക പരിഹാരമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ TV പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പ്രസാദകരമായി തീരണമെന്നില്ല. ആമേൻ. സുവിശേഷം എത്താൻ കഴിയാത്തവർക്ക്, സുവിശേഷം അറിയാൻ കഴിയാത്തവർക്ക് അവർക്കിതൊരു പ്രചോദനമായ ഒരു അറിവിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വചനം ഈ നിലയിൽ നിങ്ങളോടായിട്ട് അറിയിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആത്മീകരായി നിൽക്കുന്നവർക്ക് ഈ ഒരു മെസ്സേജ്, ഈ ഒരു വചനം ഞങ്ങൾ എത്ര കേട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ യേശുവിനെക്കുറിച്ച് ആമേൻ ഒന്നും അറിയാത്ത നിരവധി ആളുകളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വചനം ഈ നിലയിൽ അതേ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് അവരുടെ ആഗ്രഹം, അവർ നിലവിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിലവിളി എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴും നിലവിളിക്കാറില്ല. ചില സാഹചര്യങ്ങളുടെ മുൻപിലാണ് നിങ്ങൾ നിലവിളിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആമേൻ. സന്തോഷമുള്ളപ്പോൾ നമ്മൾ ആരും നിലവിളിക്കത്തില്ല. പക്ഷെ ദുഃഖം വരുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും അധികം നിലവിളിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തലത്തിൽ ഒരു സാധ്യതകളില്ലാതെ കിടക്കുമ്പോൾ, നന്മയുടെ സാന്നിധ്യമില്ലാതിരിക്കുമ്പോൾ, ഒരുപക്ഷെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമാകാം, സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായ സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ പിടിവിട്ട് നിങ്ങൾ നിലവിളിക്കുന്ന ഒരു വ്യക്തിയായി മാറിയേക്കാം. ഇല്ല, ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ നിലവിളിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ ഈ കുരുടന്മാരുടെ അവസ്ഥ നോക്കുക. ആമേൻ. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് ഉണ്ടായത്. ആ നിലവിളിച്ചുകൊണ്ട് പിന്നാലെ യാത്ര ചെയ്യുകയാണ്. നിലവിളിച്ച ഉടനെ യേശു അവന് വേണ്ടി നിന്ന് അവിടെ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഇന്ന് വായിച്ച ഈ വചനത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ നിലവിളി കേട്ട് ഉടനെ അവിടെ നിന്ന് അവനെ സൗഖ്യമാക്കുവാൻ യേശു തുനിഞ്ഞില്ല. ആമേ. മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ച
വായിക്കുമ്പോൾ അങ്ങനെ നിലവിളിച്ച വ്യക്തിയെ നിന്ന് സൗഖ്യമാക്കിയ രംഗം വേറെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ നിലവിളി കേട്ടുകൊണ്ട് മൈൻഡ് ചെയ്യാതെ വീണ്ടും യേശു മുൻപോട്ട് പോകുകയായിരുന്നു ചെയ്തത്. എന്നാൽ യേശു മുൻപോട്ട് യാത്ര ചെയ്ത് മറ്റൊരു ഭവനത്തിൽ അതേ കടന്നു ചെന്നു. എന്നാൽ കുരുടന്മാരാകട്ടെ അവർക്ക് വഴിയറിയാം. എന്നാൽ അത് മനസ്സിലാക്കിയ കുരുടന്മാർ നിലവിളിച്ചുകൊണ്ട് പിന്നാലെ യേശു ഏത് ഭവനത്തിലാണ് ചെന്നത് അവിടുത്തെ ലക്ഷ്യത്തോട് കൂടെ അവർ ആ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ട് ആമേൻ ചോദിക്കുകയാ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നാലെ ആ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ് യേശു അവരോട് ചോദിച്ചു. ഉടനെ ആ കുരുടന്മാർ പറയുകയാണ്, ആമേൻ, അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കുരുടന്മാരുടെ പ്രത്യേകത നിങ്ങൾ കാണുക. അവരുടെ വിശ്വാസം യേശു ചോദിച്ചപ്പോൾ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അങ്ങയ്ക്കിത് ചെയ്യുവാൻ കഴിയും. അതെ സ്നേഹിത, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ നിൻ്റെ തലമുറ കുരുട്ട് കണ്ണായിരിക്കത്തില്ല, മറ്റൊരു തലത്തിൽ രോഗത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, രോഗത്തിൻ്റെ ചില ബാധ്യതകളിൽ ഉഴലുന്ന ഒരു വ്യക്തിയാകാം. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ ഇപ്പോൾ നീ വിശ്രമിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. പ്രിയ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ സാഹചര്യം നോക്കിയാൽ ഒരു തലത്തിലും നിനക്ക് വിടുതലിനായി സാധിക്കത്തില്ല. എന്നാൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി എൻ്റെ യേശു പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കരം അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി. അതാണ് നമ്മൾ വായിച്ചത്. അവൻ അവരുടെ കണ്ണുകളെ തൊട്ടു. സ്തോത്രം. ഈ പകൽ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട സ്നേഹിത, നിന്റെ കണ്ണിനെ കർത്താവ് തൊടാൻ പോകുകയാ. ആമേൻ. അക്ഷരിക കണ്ണ് തുറക്കാൻ പോകുകയാ. ആത്മിക കണ്ണും ആമേൻ തുറക്കാൻ പോകുക. ഇന്നലെ വരെ ആത്മിക കണ്ണ് പിശാച് അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അത് അന്ധത പിടിച്ചിരിക്കുകയല്ലേ? നീ പ്രാർത്ഥിക്കാൻ പോകുന്ന ആമേൻ നിമിഷങ്ങൾ ഇതാ ഓർത്തുകൊള്ളുക. എൻ്റെ ആത്മികത അന്ധത മാറുവാൻ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2, അക്ഷരികമായ കൺകൾ തുറക്കത്തക്ക നിലയിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇല്ല തനിക്ക് തന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ആമേൻ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ പ്രിയ ബ്രദർ, പ്രിയ സിസ്റ്റർ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ ആ വിടുതൽ ഏറ്റുവാങ്ങുവാൻ തയ്യാറായിക്കോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നിവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ആമേൻ. കർത്താവിൻ്റെ സ്പർശനം ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇത് ഞങ്ങൾ ഈ വിധത്തിൽ പറയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ, ആത്മികരോടെന്ന പോലെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു മിനിസ്ട്രിയുടെ മുന്നേറ്റത്തിനായി, ആത്മിക ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ ഇന്നും അതേപടി തന്നെ നിൽക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്, ഇന്ന് കർത്താവ് നിന്നെ തൊടാൻ പോകുകയാ. ആമേൻ. ആമേൻ. നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ തക്കവണ്ണം യേശു നിന്നെ തൊടാൻ പോകുക. നിന്റെ അന്ധത മാറാൻ പോകുകയാ. ആത്മിക കാഴ്ചപ്പാട് മാറാൻ പോകുകയാ. അടുത്ത ലെവലിലേക്ക് എന്ന പോലെ പരിശുദ്ധാത്മാവ് ആമേൻ നിന്റെ ദർശനത്തെ മാറ്റാൻ പോകുകയാ. ദർശനം
മാറ്റമില്ലാത്ത ആ കണ്ണുകൾക്ക് ആമേ മാറ്റം വരാം. മൂടുപടം കിടക്കുന്ന ആ കണ്ണുകൾക്ക് ഇന്ന് പകലൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ആമേ ശൗലേ സഹോദര, കാഴ്ചപ്പാട് പ്രാപിക്ക എന്ന് പറഞ്ഞ് ഒരു ഫിലിപ്പോസ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാതിരി ഒന്നടർന്നു വീണതുപോലെ ആത്മികരെ, അഭിഷിതന്മാരെ, നിങ്ങളുടെ മിനിസ്ട്രിക്ക് എതിരായി ആമേ തടസ്സമിട്ട ചില തിരശീലകൾ ഇന്ന് പകൽ പരിശുദ്ധി ആത്മാവ് ഈ എടുത്തു മാറ്റാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായ ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്നെ തൊടാൻ പോകുകയാ, ശരീരത്തെ തൊടാൻ പോകുകയാ. ആമേൻ. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത നിലയിലാണ് ആമേൻ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും യേശു ഒരുവനെ തൊട്ട് കഴിഞ്ഞാൽ, ആമേ കുരുടനെ തൊട്ടപ്പോൾ കുരുടന്റെ കണ്ണ് കാഴ്ചപ്പാടുണ്ടായെങ്കിൽ യേശുവിന്റെ കരം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ആമേൻ ബലഹീനത മാറാൻ പോകുകയാ. ശരീരത്തിന്റെ എല്ലാ തകർച്ചകൾ മാറാൻ പോകുകയാ. ശരീരത്തിന്റെ എല്ലാ ദുർബലമായ ആ സിറ്റുവേഷൻ ആമേൻ മാറാൻ പോകുകയാണെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എത്ര പേര് വിശ്വസിക്കും ഞങ്ങളോടുകൂടെ ആമേ പ്രാർത്ഥനയ്ക്കായി തയ്യാറുണ്ടോ? ഏത് സ്ഥിതിയായിരുന്നാലും ഇന്നതിനൊരു മാറ്റം വരുത്തുവാൻ സർവ്വവല്ലഭനായ കർത്താവ് അവസരം നൽകും. ഒന്ന്, ആ കുരുടന്മാർ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു, അത് പ്രാർത്ഥിച്ചു. 2, നിലവിളിച്ചു. 3, നിനക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് അതേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം തന്നെ വഴിമാറിയതുപോലെ നിങ്ങളുടെ ജീവിതം വഴിമാറാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളോട് ചേർന്ന് ആമേൻ ഇപ്പോൾ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ ഓർക്കുന്നു. മിനിസ്ട്രിയിൽ മുന്നേറുവാൻ കഴിയാതെ കർത്താവെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. തടസ്സങ്ങൾ മാറട്ടെ. ആ കണ്ണിൻ്റെ അന്ധതകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ആ കിടക്കയിൽ ആമേൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവേ ആ കണ്ണിനെ തൊട്ട് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മീകത അന്ധത മാറിപ്പോകട്ടെ. വിവിധ പ്രശ്നങ്ങളാകുന്ന ആ തലത്തെ കർത്താവേ ഇന്ന് തൊടണമേ കർത്താവേ. ഇപ്പോൾ മുതൽ ആശ്വാസമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ആ കടഭാരത്തെ തൊടണമേ കർത്താവേ. ഇപ്പോൾ അവൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഒരു വൻപൻ വിടുതലുണ്ടാകട്ടെ. ആ തലമുറയുടെ വിഷയത്തിന്റെ മേൽ, ആ ഭാവിയുടെ വിഷയത്തിന്മേൽ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിഷയത്തെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വഴികൾ തുറക്കണമേ. പ്രിയ പിതാവേ, എങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. അടുത്ത നിമിഷങ്ങൾ വിടുവിച്ചു എന്നുള്ളത് കേൾക്കുവാൻ സഹായിക്കണം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്കർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കുന്ന നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.